ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ നൈറ്റിയുടെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ മുന്നത്തെ പാർട്ടായിട്ട് ഇതിൻ്റെ കട്ടിങ് വീഡിയോ ഇട്ടിട്ടുണ്ട്. പ്ലസ് സൈസ് ഉള്ളവർക്ക് കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റിലുള്ളതാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നത്. ഇപ്പം നിങ്ങൾ കട്ടിങ് വീഡിയോ കണ്ടിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇതിപ്പോൾ ഞാൻ നെക്ക് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കട്ടിങ് എല്ലാം ഞാൻ അതിൽ കാണിച്ചിട്ടുണ്ട്. നമ്മളെപ്പോഴും ഇങ്ങനെ ബോർഡർ നെക്കൊക്കെ ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് സ്റ്റിച്ചിങ് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഗമ്മ് തേച്ചിട്ട് ഈ തയ്യൽ തുമ്പ് നമ്മൾ സാധാരണ മടക്കി തയ്ക്കാറുണ്ടല്ലോ, അതിന് പകരം ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഫിനിഷിങ്ങിൽ ഒറ്റ തയ്യൽ തന്നെ അത് തയ്ച്ചെടുക്കാൻ പറ്റും. അതല്ലെങ്കിൽ നമ്മളിത് ബോർഡറിനൊക്കെ ഇപ്പുറത്തെ സൈഡിലേക്ക് മറിച്ചിട്ട് തയ്ക്കുമ്പോൾ 2-3 തയ്യലൊക്കെ കാണുമല്ലോ, അതില്ലാതിരിക്കാനാണ് നമ്മളിങ്ങനെ ഗമ്മ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ചുറ്റുപുറം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നൈറ്റി കട്ട് ചെയ്ത് വയ്ക്കുമ്പോൾ എപ്പോഴും പീസുകളൊന്നും നഷ്ടപ്പെടാതെ വേണം സൂക്ഷിച്ച് വയ്ക്കാൻ. ചിലപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആവും തയ്ക്കാൻ സമയം കിട്ടുക. അപ്പോൾ എല്ലാം കൂടിയിട്ട് ഒന്ന് കെട്ടി വയ്ക്കുക, അല്ലെങ്കിൽ തയ്ക്കാതിരിക്കുമ്പോൾ പകുതി പീസൊന്നും ഉണ്ടാവില്ല. ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു ഭാഗത്ത് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാൻ ബാക്ക് നെക്ക് ഇപ്പം തന്നെ കട്ട് ചെയ്യുന്നില്ല. ഫ്രണ്ട് നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആണ് ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാറ്. ഇവിടെ ഒരു നോച്ചസ് ഇട്ട് കൊടുക്കുക. അതുപോലെ സെൻറ്ററും ഇതുപോലെ തന്നെ ചെയ്യുക. ഇതേ രീതിയിൽ തന്നെ ബാക്ക് നെക്കും ചെയ്ത് വെക്കണം. ബാക്ക് നെക്കായാലും ഫ്രണ്ട് നെക്കായാലും ഞാൻ തുണിയിൽ ഡയറക്റ്റ് കട്ട് ചെയ്യാറില്ല. നമ്മൾ തയ്ച്ച് മറിച്ചെടുക്കുന്ന പീസ് ഉണ്ടല്ലോ, അതിലാണ് കട്ട് ചെയ്തെടുക്കാറ്. നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള പീസ് എടുത്തിട്ട് റോങ് സൈഡിൽ വെച്ചിട്ട് പിന്നു കുത്തി കൊടുക്കുക. സെൻറ്ററുകൾ തമ്മിൽ ഒരേപോലെ അല്ലേന്ന് ഇതുപോലെ ഒന്ന് കൈ കൊണ്ടൊന്നിങ്ങനെ മാർക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ തന്നെ മനസ്സിലാവും. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ക്യാൻവാസിൻ്റെ ഈ അരികിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നെക്ക് തയ്ക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ച് ആഴത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം. സൂചി എപ്പോഴും പൊക്കരുത്, അത് ശ്രദ്ധിക്കണം. സൂചി താഴ്ന്നു തന്നെ ഇരിക്കണം. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഫുള്ള് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഒരു 1/4 ഇഞ്ച് നിർത്തിയിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മോഡൽ നെക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ ഏതെങ്കിലും നെക്ക് വെച്ച് കൊടുത്തോളൂ. ഇപ്പോൾ ഏത് നൈറ്റി തുന്നുമ്പോഴും ഇങ്ങനെയൊക്കെ ബോർഡർ പോലെ നെക്കൊക്കെ ചെയ്ത് കൊടുക്കുക. അതുപോലെ സ്ലീവിൽ ആ സെയിം കളറിൽ തന്നെ പൈപ്പിംഗ് പോലെ അല്ലെങ്കിൽ ഒരു 2 ഇഞ്ചിൻ്റെ ബോർഡർ പോലെയൊക്കെ വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും. അതുപോലെ ചെറിയ ചെറിയ നോച്ചസ് ഇട്ടിട്ട് ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് ഇതിപ്പുറത്തെ സൈഡിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പുറത്തെ സൈഡിലേക്ക് മറിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. ഈ ഒരു ഭാഗമൊക്കെ ഒന്ന് ഉള്ളിലേക്ക് കറക്റ്റ് ചെയ്തിട്ട് വെച്ച് കൊടുക്കണം. ഇതിപ്പോൾ എൻ്റെ വീഡിയോ ബിഗിനേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലോ എന്ന് കരുതിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽഡായിട്ട് പറയുന്നത്. അറിയുന്നവരാണെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ. എന്നിട്ടിത് മുകളിലൂടെ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുക. പതിച്ചടിച്ച് കൊടുക്കുമ്പോൾ ഇതുപോലെ കൈ കൊണ്ടൊന്ന് ഇങ്ങോട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് പതുക്കൊന്ന് വലിച്ചു കൊടുത്താൽ മതി. നെക്കല്ല കേട്ടോ, ഈ അടിയിലുള്ള തുണി. ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ഈ ഒരു ഭാഗം ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുക വേണ്ടുള്ളൂ. അപ്പം നമ്മുടെ നെക്ക് നല്ല നീറ്റിൽ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ ലേസൊക്കെ വെച്ചിട്ട് ഒന്നും കൂടിയും മോടി കൂട്ടാം കേട്ടോ. ഈ ഒരു സൈഡിലൂടെ ഇങ്ങനെ തയ്ച്ചെടുക്കുക വേണ്ടുള്ളൂ. നമ്മൾ ഓൾറെഡി ഗമ്മ് വെച്ചിട്ടുള്ള കാരണം നല്ല നീറ്റിൽ തന്നെ കിട്ടും. കണ്ടില്ലേ, നെക്ക് നല്ല നീറ്റിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം. നൈറ്റിയിൽ നിന്ന് ഈ ഒരു ചെറിയൊരു പീസാണ് എനിക്ക് ബാക്കി കിട്ടിയത്. അതെടുത്തിട്ട് ഞാൻ ജോയിൻ ചെയ്ത് തയ്ച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം.
നമുക്കിതിൽ ലെങ്ത്തും വിടുത്തൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാം. 3 ഇഞ്ചാണ് ഞാൻ വിടുത്തെടുക്കുന്നത്. അതിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് കളയാം. മൂന്നര ഇഞ്ച് ഇറക്കവും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തും അതുപോലെ തന്നെ 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ കറക്റ്റിൽ ഇത് വരച്ച് കൊടുക്കണം. ഞാൻ നൈറ്റ് തയ്ക്കുമ്പോൾ ക്രോസ് പീസിലല്ല ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാറ്. ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടാണ് ചെയ്തെടുക്കാറ്. ഇനിയിപ്പോൾ ദാ ഇതുപോലെ ഇങ്ങനെ ഒന്ന് യു പോലെ വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ലെങ്ത്തും വിടുത്തൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുത്ത് കൊടുക്കുക കേട്ടോ. 4 ഇഞ്ച് വരെയൊക്കെ ഇറക്കവും വിടുത്തൊക്കെ എടുക്കുന്നവരുണ്ടാവും. ഇപ്പോൾ ഒരു മോഡൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ മെഷർമെൻറ്റൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വേരിയേഷനൊക്കെ വരുത്തിയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നെക്ക് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ട് നെക്ക് ചെയ്ത പോലെ തന്നെ 3 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്ത് നോച്ചസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ പിന്നു കുത്തിയിട്ട് തയ്ച്ചിട്ട് മറിച്ചിട്ട് കൊടുക്കുക. നമ്മൾ ബാക്ക് നെക്ക് തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ല പുറത്ത് വെച്ചിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ആ പിന്നു കുത്തി വെച്ചിട്ടുണ്ട്. അതിന് മുന്നേ തന്നെ ഈ ഒരു ഭാഗം മടക്കി അടിച്ചു കൊടുക്കണം. ഞാനത് മറന്നുപോയി. ഇനിയിപ്പോൾ എന്തായാലും തയ്ച്ച് കഴിഞ്ഞിട്ട് ഞാൻ അടിച്ചു കൊടുക്കുന്നുള്ളൂ. നിങ്ങൾ ആദ്യമേ തന്നെ ഇതൊന്ന് ഒരു 4 ഇഞ്ച് മടക്കി തയ്ച്ചിട്ട് തയ്ച്ച് കൊടുക്കുക. എന്നിട്ട് ബാക്ക് നെക്കിൽ വെച്ച് കൊടുത്താൽ മതി. ഈ അരികിലൂടെ തയ്ച്ചെടുക്കുക. ഇപ്പോൾ ആ ഫ്രണ്ട് നെക്ക് ചെയ്ത പോലെ തന്നെ ബാക്ക് നെക്കും ചെയ്തിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് മറിച്ചിട്ട് കൊടുക്കണം. പക്ഷെ പതിച്ചടിച്ച് കൊടുക്കരുത്. ഷോൾഡർ കൂട്ടി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ബാക്ക് നെക്ക് പതിച്ചടിച്ച് കൊടുക്കുന്നത്. ഈ ഒരു സൈഡ് അരികു ഭാഗം ഇതുപോലെ 1/2 ഇഞ്ചോ അല്ലെങ്കിൽ 1/4 ഇഞ്ചോ മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതാ ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ കൂട്ടിയെടുക്കാം. അപ്പോൾ ഇതാ ഫ്രണ്ട് നെക്ക് ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലേക്ക് ബാക്ക് നെക്കിൻ്റെ നല്ല ഭാഗം വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ കവർ ചെയ്ത് വയ്ക്കുക. ഈ ഒരു രീതിയിലാണ് വെച്ച് കൊടുക്കേണ്ടത്. ഫ്രണ്ട് നെക്കിൻ്റെ മേലേക്ക് ബാക്ക് നെക്ക് വെച്ച് കൊടുത്തിട്ട് ഇതാ ഇതുപോലെ കറക്റ്റ് ചെയ്ത് പിടിച്ചിട്ട് ഈ ഒരു പീസ് ഉള്ളിലേക്ക് മടക്കി വെച്ച് കൊടുക്കുക. 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ ഒരു ഭാഗം ലോക്ക് ചെയ്തിട്ട് തയ്ച്ചു കൊടുക്കണം. അതുപോലെ തന്നെ ഈ സൈഡും ലോക്ക് ചെയ്ത് തയ്ച്ചെടുക്കണം. എന്നിട്ടിതാ ഇപ്പുറത്തേക്ക് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക. കണ്ടില്ലേ, നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡും ചെയ്തെടുക്കുക. ഈ രീതിയിലാണ് വെച്ച് കൊടുക്കേണ്ടത്. ഫ്രണ്ട് നെക്കിലേക്ക് ബാക്ക് നെക്ക് വെച്ചിട്ട് ഇതുപോലെ പിടിച്ചിട്ട് തയ്ച്ചു കൊടുക്കുക. ഏത് ഭാഗം സ്റ്റിച്ച് ചെയ്യുമ്പോഴും ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സിനെ കിട്ടുകയും ചെയ്യും. നമ്മൾ റെഡിമെയ്ഡ് എടുക്കുമ്പോഴൊക്കെ കണ്ടിട്ടില്ലേ, ഒരു വലിയൊരു സ്റ്റിച്ചിട്ട് വെച്ചിട്ടുണ്ടാവും. ഒരു പ്രാവശ്യം ഇടുമ്പോഴേക്കും അതൊക്കെ വിട്ട് പോരുകയും ചെയ്യും. അപ്പോൾ ഡബിൾ സ്റ്റിച്ചൊക്കെ ചെയ്ത് നല്ല നീറ്റിൽ ചെയ്ത് കൊടുത്താൽ നമുക്ക് കസ്റ്റമേഴ്സിനെ കിട്ടും. ഇനി ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ പിടിച്ചിട്ടൊന്ന് ഒപ്പാക്കി കൊടുത്തതിന് ശേഷം ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഷോൾഡറും യോജിപ്പിച്ചെടുത്തു, ബാക്ക് നെക്കും തയ്ച്ചെടുത്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ അടിവീതി കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുക. നിങ്ങൾ ആ ഒരു മെത്തേഡിൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ സ്ലീവ് പിടിപ്പിച്ച് കൊടുക്കാം. വീതി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് പിടിപ്പിച്ച് കൊടുക്കുക. ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. 4 സൈഡിലും ഇതുപോലെ തന്നെയാണ് ചെയ്ത് കൊടുക്കേണ്ടത്. അടിയിലത്തെ ഭാഗം ഈ അടിവീതിയും ഈ ഒരു സൈഡും ഒരേ ലെവലിൽ വരത്തക്ക രീതിയിൽ പിടിച്ചു കൊടുക്കണം. നമുക്ക് ആദ്യം തന്നെ താഴേന്ന് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ലോക്ക് ചെയ്ത് തയ്ച്ചു കൊടുക്കുക. എന്നിട്ട് ഫുള്ളിങ്ങനെ തയ്ച്ചെടുക്കുക. 4 സൈഡിലും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ 2 ഭാഗത്തും സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം.
എത്ര വീതി കിട്ടിയിട്ടുണ്ടെന്ന്. ഇനി നമുക്ക് സ്ലീവ് പിടിപ്പിച്ചെടുക്കാം. സ്ലീവിൻ്റെ ഈ ഒരു എൻ്റെ ഭാഗം മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇതാ ഇവിടെ ഒരു കട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതാ ഈ ഒരു കറക്റ്റ് കോർണറിൽ നമ്മൾ ഷോൾഡർ കൂട്ടിയ ഭാഗം ഉണ്ടല്ലോ അവിടെ അതാ ഇത് വെച്ച് കൊടുക്കുക. ഈ ഒരു കട്ട് ശരിക്ക് ആ ഒരു ഷോൾഡർ ജോയിൻ ചെയ്ത ആ സെയിം ഭാഗത്ത് തന്നെ വരണം. ഇങ്ങനെ എന്നിട്ട് 1/2 ഇഞ്ച് തയ്യൽ തുമ്പിൽ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതേപോലെ നോക്കി തയ്ച്ചെടുത്താൽ മതി. ഇപ്പോൾ ദാ ഇത്രയും എക്സ്ട്രാ നമുക്കുണ്ട്, അത് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കുക. ഈ ഒരു രീതിയിൽ സ്ലീവ് പിടിപ്പിച്ച് വന്നാൽ ഇങ്ങനെ എത്താത്ത പ്രശ്നം അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. എക്സ്ട്രാ ഉണ്ടെങ്കിൽ നമുക്കിതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതല്ലെങ്കിൽ തുണി തികയാണ്ട് വന്നോ അങ്ങനത്തെ ടെൻഷനൊന്നും വേണ്ടി വരില്ല. കാരണം ഒരു സ്വല്പം കൂടുതൽ ഇട്ടിട്ട് എപ്പോഴും കട്ട് ചെയ്തെടുക്കുക. ബിഗിനേഴ്സൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ ആ വക കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ നമുക്ക് തീരെ തുണി ആം ഹോളിൻ്റെ അവിടേക്ക് എത്താത്ത പോലെയും ഒരു വലിച്ചിൽ പോലെയും ഒക്കെ വരും. ഇതിങ്ങനെ ചെയ്തെടുത്താൽ നമുക്ക് ആ വക പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ തയ്ച്ച് തുടങ്ങുമ്പോൾ തന്നെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് തൊട്ടിട്ട് തയ്ച്ച് തുടങ്ങുക. ഈ രീതിയിൽ തന്നെ ഈ ഭാഗവും തയ്ച്ചെടുക്കുക, അതുപോലെ അപ്പുറത്തെ സ്ലീവും തയ്ച്ചെടുക്കുക. ദാ സ്ലീവ് രണ്ടും പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിഭാഗം ഒന്ന് മടക്കി തുന്നണം. നമ്മൾ 1/2 ഇഞ്ച് ആദ്യം മടക്കി കൊടുക്കുക, വീണ്ടും 1/2 ഇഞ്ച് മടക്കി കൊടുക്കുക. 1 ഇഞ്ച് തയ്യൽ തുമ്പല്ലേ നമ്മൾ വിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു കറക്റ്റ് ഇതിൽ തന്നെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതാ 2 സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കൂട്ടി തയ്ച്ചു കൊടുക്കാം. നമ്മൾ 1.5 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുത്തിരുന്നത്. ആ 1.5 ഇഞ്ച് കറക്റ്റ് നോക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക. ഇവിടെ ഒന്ന് ലോക്ക് ചെയ്ത് തയ്ച്ചു കൊടുക്കണം. നമ്മുടെ ഷേപ്പ് ലെങ്ത്തിൻ്റെ ഭാഗം വരുമ്പോൾ ഒന്ന് വളച്ച് തയ്ച്ചു കൊടുക്കുക. പിന്നെ അടിയിൽ എത്തും തോറും നമ്മൾ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തത് അതേ രീതിയിൽ തന്നെ തയ്ച്ചെടുക്കരുത്. അങ്ങനെ അളവ് കുറച്ച് കുറച്ച് കൊണ്ടുവരിക. അപ്പോൾ അടിഭാഗത്ത് നല്ല വീതി കിട്ടും നമുക്ക്. വണ്ണമുള്ളവർക്ക് തയ്ക്കുമ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നല്ല ലൂസിലുള്ള നൈറ്റി നമുക്ക് തയ്ച്ചെടുക്കാം. എത്ര കുറഞ്ഞ തുണിയാണെങ്കിലും നല്ല വീതിയിലുള്ളത് തയ്ച്ചെടുക്കാൻ പറ്റും. ഇത് ഫുള്ളായിട്ട് തയ്ച്ചെടുക്കുക. 2 സൈഡും ഈ ഒരു രീതിയിൽ തന്നെ ഫിനിഷ് ചെയ്തെടുക്കുക. 2 സൈഡും ഞാൻ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടിഭാഗം മടക്കി തയ്ക്കണം. ആദ്യം 1/2 ഇഞ്ച് മടക്കി കൊടുത്തിട്ട് നമ്മൾ സ്ലീവിന് ചെയ്ത പോലെ തന്നെ ചെയ്തെടുക്കുക. അടിഭാഗം കയറി ഇറങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് നോക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഒപ്പാക്കി കൊടുക്കുക. ഇനി ചുറ്റുപുറം ഒന്ന് അടിച്ചെടുക്കുക. നൈറ്റി കട്ട് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനും വേണ്ടിയിട്ട് ഒരു 1/2 മണിക്കൂർ നമ്മളൊന്ന് മെനക്കെട്ടാൽ മതി. ഏത് മോഡലിലുള്ള നൈറ്റി നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ തയ്ച്ചെടുക്കാൻ പറ്റും. നൈറ്റിയുടെ ഫുൾ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു നെക്ക് നമ്മൾ പതിച്ചടിച്ച് കൊടുക്കുക. ഹെമ്മിങ് ചെയ്തെടുത്താൽ എങ്ങനെയായാലും നമ്മൾ കഴുകുമ്പോൾ പെട്ടെന്ന് തന്നെ തുന്നലെല്ലാം വിട്ടുപോരും. അപ്പോൾ ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് തയ്ച്ച് കൊടുത്താൽ മതി. ഞാൻ ക്രോസ് പീസൊന്നും വെക്കാറില്ല. അതാ ഇതേ രീതിയിലാണ് ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാറ്. നിങ്ങൾ ഏത് രീതിയിലാണോ ചെയ്യാറ് അതുപോലെ ഫിനിഷ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ നമ്മൾ ഷോൾഡർ കൂട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഇത് തയ്ച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ നൈറ്റിയുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. നൈറ്റിയുടെ ഫുൾ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ മോഡൽ ഇഷ്ടപ്പെട്ടോ കളർ കോമ്പിനേഷൻ ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. അടിഭാഗം കണ്ടില്ലേ, നല്ല ഫ്ലെയർ ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇതുപോലെ സൈഡിൽ നിന്ന് കിട്ടുന്ന പീസ് ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഫ്ലെയറിലുള്ള നൈറ്റി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.
അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.